السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا مباركا فيه، هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. نحمده ونستعينه ونؤمن به ونتوكل عليه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനും പരലോകത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ചെന്നു ചേരാനും നമ്മെയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിട പറഞ്ഞു പോയ നമ്മുടെ ബഹുമാന്യരായ ഗുരുഭൂതന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സമൂഹത്തിനു വേണ്ടി അധ്വാനിച്ചവർ എല്ലാവരെയും അള്ളാഹു ഖബറിലും പരലോകത്തും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും സ്വർഗീയ അനുഗ്രഹവും നൽകിയ അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനൊരു പരലോകം ഉണ്ടെന്ന് പറയാൻ, ഇങ്ങനൊരു ജീവിതം മരണാനന്തരമുണ്ടെന്ന് പറയാൻ ലോകത്ത് വന്ന മതം ഒരേ ഒരു മതം ഇസ്ലാമാണ്. മറ്റു മതങ്ങളിലൊന്നും പരലോക ജീവിതമല്ല, പുനരുദ്ധാന ജീവിതമാണ്, പുനർജന്മമാണ്. ഇസ്ലാമിൽ പുനർജന്മമല്ല, മറ്റൊരു ലോകം തന്നെ അള്ളാഹു മനുഷ്യന് വേണ്ടി സംവിധാനിച്ചിട്ടുണ്ട്. ഈ കാര്യം പറയാൻ വേണ്ടി, ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഈ കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ജനങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്തപ്പോൾ ആ കാലഘട്ടത്തിൽ അൽ ആസിബിനു അൽ വാഇൽ സഹമി എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ, അദ്ദേഹം എവിടെ നിന്നോ എന്നോ മരിച്ചുപോയ ഒരാളുടെ ഖബറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നുരുമ്പിപ്പോയ ഒരു എല്ലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് അത് സ്വന്തം കയ്യിലിട്ട് തിരുമ്പി, ആ എല്ല് കയ്യിലിട്ട് തിരുമ്പിയിട്ട് നബിയുടെ മുഖത്തേക്ക് ആ എല്ല് ഊതിക്കൊണ്ട് അവൻ പറഞ്ഞ കാര്യമാണ് സൂറത്ത് യാസീനിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഊതി കേൾപ്പിച്ചത്. നമ്മളൊക്കെ സൂറത്ത് യാസീൻ ഓതുന്നവരാണ്. ആ യാസീനിലെ വിഷയമാണ്. വല്ലറബലല മസലൻ, അവൻ നമുക്കൊരു ഉദാഹരണം ഉദാഹരിച്ചു തരികയാണ്. മരണാനന്തരം ജീവിതമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ അൽ ആസൂബിനു അൽ വാഹിൽ സഹമി നബി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ഉദാഹരണം ഉദാഹരിച്ചാണ്. നസിയ ഖൽഖഹു, അവന്റെ ആദ്യ സൃഷ്ടിപ്പ് അവൻ മറന്നുപോയി. കേവലം ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അവനെ സൃഷ്ടിച്ച് കണ്ണും കാതും കരളും ചിന്താശേഷിയും അവന് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവൻ ചോദിക്കാതെ തന്നെ ഭൂമിയിൽ ഒരുക്കിക്കൊടുത്ത അവന്റെ റബ്ബിനെ അവൻ മറന്നു. വനസിയ ഖൽഖഹു,
കാല എന്നിട്ട് അവൻ ചോദിക്കുകയാണ് മൻ യുഹിയൽ ഇളാം വഹിയ റമീം, മുഹമ്മദേ നിന്റെ മുഖത്തേക്ക് ഈ പാറിപ്പറന്ന ഈ എല്ലിൻ കഷ്ണം ആരാണ് രണ്ടാമത് മനുഷ്യനായി സൃഷ്ടിക്കാൻ പോകുന്നത്? ആ ചോദ്യത്തിന് അള്ളാഹു കൊടുത്ത മറുപടി കുൽ നബിയെ താങ്കൾ പറഞ്ഞേക്കുക യുഹ്യ അല്ലദി അൻസാഹ അവ്വല മറ, ഭൂമിയിൽ ആദ്യ പ്രാവശ്യം നിന്നെ സൃഷ്ടിച്ചവൻ ആരാണോ അവൻ തന്നെ നിന്നെ ഒന്നുമില്ല ശുദ്ധശൂന്യതയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചു. നീ എന്ന് പറയാൻ നീ ഇപ്പോൾ പറഞ്ഞ നുരുമ്പിപ്പോയ എല്ല് കഷ്ണമുണ്ട്, അതുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചു. അതാണ് യുഹീഹ, അതിന് സൃഷ്ടിക്കും. അല്ലദി അൻസാഹ അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം അതിനെ സൃഷ്ടിച്ചവനാണോ അവൻ. വഹുവ ബിൽ കുല്ലി ഖൽഖിൻ അലീം, അവന്റെ സംശയം അതാണ്. ഈ ഭൂലോകത്ത് എത്ര മനുഷ്യന്മാർ മരിച്ചുപോയി, ഇവരൊക്കെ അള്ളാഹ്ക്കറിയോ സൃഷ്ടിക്കാൻ? എത്രത്ര തലമുറയിൽ, എത്രത്ര കുടുംബത്തിൽ, ഏതെല്ലാം സമൂഹത്തിൽ എന്തെല്ലാം വിശ്വാസമുള്ളവർ, എന്തെല്ലാം വിശ്വാസമില്ലാത്തവർ, എത്ര ആളുകളാണ്, ബില്യൺ കണക്കിന് ആളുകൾ മരിച്ചുപോയിട്ട് അവരെ എവിടെ ജനിച്ചു, അവരാരുടെ മകനാണ്, ആരുടെ മകളാണ്, ഇതൊക്കെ ആർക്കാ അറിയാൻ കഴിയുക? അള്ളാഹുവിന് കൊടുത്ത മറുപടി വഹുവ ബികുല്ലി ഷൈഇൻ അലീം, വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ വസ്തുക്കളെ കുറിച്ച് അറിയുന്ന ഖുർആനിൽ പലയിടത്തുമുണ്ട്. ഇവിടെ യാസീനിൽ അള്ളാഹു പറഞ്ഞത് എല്ലാ സൃഷ്ടികളെ കുറിച്ചും വളരെ സൂക്ഷ്മമായി അള്ളാഹ്ക്ക് അറിയാം. പലരും പല ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നമുക്കറിയാം, എന്റെയും നിങ്ങളുടെയും കൈവിരലിന്റെ അടയാളങ്ങൾ പോലും ചക്രം പോലെ ഈ വട്ടത്തിൽ കാണുന്ന ഈ അടയാളം, എന്റെ തലയിലും നിങ്ങളുടെ തലയിലുമുള്ള ഈ മുടി, ഇതുപോലും ബില്യൺ കണക്കിന് ആളുകളുടെ വ്യത്യസ്തമാണ്. ഒരാൾ പോലല്ല. അപ്പൊ എത്ര സൂക്ഷ്മജ്ഞാനാണ് സിട്ടാവ്. അതുകൊണ്ടല്ലേ ഏതെങ്കിലും കേസിൽ ഒരു മുടി കിട്ടിയാൽ പോലും ആളുടെ മുടിയാണ്, എത്ര വയസ്സുള്ളവൻ്റെതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് സാധിക്കുന്നത്. അതാണല്ല പറഞ്ഞത് വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെ കുറിച്ചും അലീമാണ് അവൻ. അലീം മാത്രമല്ല ഖബീറുൻ ബസീർ വേറെടുത്തുണ്ട്. സൂക്ഷ്മമായി അറിയുന്നവനും സൂക്ഷ്മമായി കാണുന്നവനുമാണ്. എന്നിട്ടല്ലേ ആളൊഴിഞ്ഞു പോവുക? ഒരാളും ഒഴിഞ്ഞു പോവില്ല. ഒമാഹും മൻഹാ ബിഗായിബിൻ, അള്ളാഹുവിന്റെ പരലോകത്തു നിന്ന് ഒരാൾക്കും, മരിച്ചു പിരിഞ്ഞു പോയ ഒരാൾക്കും പരലോകം രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാവരും അടുത്തു അള്ളാഹിന്റെ കോടതിയിലെത്തും. അതാണ് അള്ളാഹുവിന്റെ വിചാരണ നിലയം. എന്നാൽ പരലോകത്ത് ഇവിടെ നമ്മൾ പല രൂപത്തിലുള്ളവരാണ്. ചിലർ കച്ചവടക്കാരാണ്, ചിലർ തൊഴിലാളികളാണ്, ചിലർ മുതലാളികളാണ്, ചിലർ രോഗികളാണ്, പലതരം വിഭിന്ന സ്വഭാവങ്ങളിൽ ഉള്ളവരാണ്. ഇതെല്ലാം കൂടി അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവരുമ്പോൾ അള്ളാഹു കേവലം 3 വിഭാഗമായിട്ടാണ് പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുക. കേവലം 3 വിഭാഗം. അതാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ സാധാരണ സുബൈക്കൊക്കെ ഒരു ഓതാറുള്ള ഒരു സൂറല്ലേ, ഇതാ വക്കയത്തിൽ വാക്കയ. ചിലപ്പോൾ നമ്മൾ അതാണുള്ള സുബൈക്കൊക്കെ ഓതുക. വെള്ളിയാഴ്ചല്ല, സാധാരണ സുബൈക്ക് ഇതാ വക്കയത്തിൽ വാക്യം ഓതുമല്ലോ. ചിലവരിത് ഓതുന്നത് ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓതാറുണ്ട്. അതെന്താ, നമ്മളുടെ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ലൈഫായ ഒരു ഹദീസുണ്ട്. നബിയിലേക്ക് എത്താത്ത, സൃഷ്ടിക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട ഹദീസുണ്ട്. അതെന്താ അറിയോ? മൻ ഖറ സൂറത്തുൽ വാഖിയ, ആരെങ്കിലും സൂറത്തുൽ വാഖിയ ഓതിയാൽ ഫീ ലൈലത്തിൻ, രാത്രി കിടക്കുമ്പം സൂറത്തുൽ വാഖിയ ഓതിയാൽ ലം തുസിബുൽ ഫാഖത്ത്, അവന് ദാരിദ്ര്യം ബാധിക്കുകയില്ല. ആരാ പിന്നെ ഓതാണ്ടൊക്കെ? അങ്ങനൊരു ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് ലൈഫാണ്. ലൈഫായ ഹദീസ് വെച്ചുകൊണ്ട് ദാരിദ്ര്യം മാറ്റണോ? സൂറത്തുൽ വാഖിയ ഓതുക. നിങ്ങൾ ഈ ഓൺലൈനിലൊക്കെ പരിശോധിച്ചാൽ കാണും. എന്നിട്ട് അവിടെ നിന്നാണ്ട് പ്രസംഗിക്കും ഈ ഇതിനെപ്പറ്റി. ഈ ഹദീസ് വെച്ചിട്ട് പ്രസംഗിക്കുക. ഈ ഹദീസ് ലൈഫാണ്. എന്നാൽ ഇസ്ലാം വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായൊരു കാര്യം നമ്മൾ അറിയിക്കുന്ന സൂറയാണ് സൂറത്തുൽ വാഖിയ. ഞാൻ അതിന്റെ ആരംഭ ഭാഗം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാം. ഇദാ വഖഅത്തിൽ വാഖിയ, ഇദാ വഖഅത്ത് സംഭവിച്ചാൽ, അൽ വാഖിയ, വാഖിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത്. ഖിയാമത്തിന് വിശുദ്ധ ഖുർആനിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ വ്യത്യസ്ത പേരാണ് ഖിയാമത്തിന്. 1 അൽ വാഖിയ, 2 അൽ ഗാഷിയ, 3 അൽ ഖാരിയ, പിന്നെ അൽ ആസിഫ. ഇതൊക്കെ ഖിയാമത്തിന്റെ പേരാണ്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇദാ വഖഅത്തിൽ വാഖിയ, ആ വാക്യം സംഭവിക്കാനുള്ള മഹാസംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലി വഖഅത്തിഹാ കാദിബ, അതിനെ തള്ളിപ്പറയാൻ
അത് തെറ്റാണെന്ന് പറയാൻ, അങ്ങനെ ഒരു ദിവസമില്ല എന്ന് പറയാൻ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളാലും കഴിയില്ല. ലൈസലി വഖഅത്തിയ കാദിബ. പിന്നെ അന്നെന്താ പ്രത്യേകത? ഖാഫിലത്തുർ റാഫിയ. ഖാഫിലത്തുൻ, മുകളിലുള്ളതെല്ലാം താഴ്ന്നു വരും, താഴെയുള്ളതെല്ലാം മുകളിലേക്കും പോകും. മുകളിലുള്ളതെല്ലാം താഴെ വരും, താഴെയുള്ളതെല്ലാം മുകളിലേക്ക് പോകും. അതായത് എന്താണ് പ്രശ്നം? നമുക്കറിയാം, ആകാശം താഴെത്തും അല്ലേ, ഭൂമിയിൽ അടിയിലുള്ളതെല്ലാം മുകളിലെത്തും അല്ലേ. ഖുർആനിൽ അങ്ങനെ പറഞ്ഞ് അല്ലെ, ഇതാ ജുൽസിലത്തിൽ അർളു സിൽസാലഹ, അപ്പം അഖ്റജത്തിൽ അർളു അസ്കാലഹ, ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് തള്ളും. അപ്പം അടിയുള്ളത് പുറത്തേക്ക് തള്ളും, മുകളിലുള്ളതെല്ലാം താഴേട്ട് വരും. ആ ദിവസത്തിന്റെ പ്രത്യേകത അതാണ്. ഖാഫിലത്തുർ റാഫിയ. ഖാഫിലത്ത് പറഞ്ഞാൽ താഴ്ന്നു വരികയാണ്, റാഫിയ എന്ന് പറഞ്ഞാൽ ഉയർന്ന് താഴത്തേക്ക് വരിക, താഴത്തുള്ള മുകളിലേക്കും പോവുക. എന്നിട്ട് പറയാ ഇതാ റജ്ജത്തിൽ അർളു റജ്ജ. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഇതാ റജ്ജത്തിൽ അർളു റജ്ജൻ, ഭൂമി പ്രകമ്പനം കൊള്ളും, മാരകമായ രൂപത്തിൽ ശക്തിയായി പ്രകമ്പനം കൊള്ളും. ഇതാ റജ്ജത്തിൽ അർളു റജ്ജൻ ബുസ്സത്തിൽ ജിബാലു ബസൻ, പർവ്വതങ്ങൾ പൊടിപൊടിക്കും. ഭൂമിയിലുള്ള പർവ്വതങ്ങൾ പൊടിപൊടിക്കുകയും ഭൂമി കിട്ടുകിട്ടാ വിറക്കപ്പെടുകയും വക്കാനത്ത് ഹബാൻ മുൻബസ, അങ്ങനെ ആ പർവ്വതങ്ങളെല്ലാം ഹബാൻ മുൻബസൻ, വിതറിയ പൊടി പോലാവും, പാറിക്കിടക്കുന്ന അതിശക്തമായ മലമ്പാറകൾ പോലെ നിന്നിരുന്ന ശക്തമായ ജിബാലുകൾ ഹബാൻ മുൻബസ, പാറിപ്പോകുന്ന ഹബാ ധൂളി പൊടിപടലങ്ങളായി മാറും. ഹബാഅം മുൻബസ. ആ സമയത്താണ് അള്ളാഹ് പറയുന്നത്, ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ വകുൻതും അസ്വാജൻ സലാസ, അപ്പോൾ നിങ്ങൾ 3 വിഭാഗക്കാരാവും. ആര്? ഈ ഖബറിന് പുറത്തേക്ക് വന്ന ആളുകളില്ലേ, എല്ലാവരും കൂടി ആദം നബി തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള ഉമ്മത്ത് 3 വിഭാഗമാവും. വകുൻതും അസ്വാജൻ സലാസ. ഒന്നാം വിഭാഗം ഖുർആൻ പറയുന്നു ഫഅസ്ഹാബുൽ മൈമന, അനുഗ്രഹത്തിന്റെ ആളുകൾ. അനുഗ്രഹത്തിന്റെ ആളുകൾ 1. മാ അസ്ഹാബുൽ മൈമന, അവരെത്ര അനുഗ്രഹീതരാണ്. വലതുപക്ഷത്താണ് അസ്ഹാബുൽ മൈമന എന്ന. പക്ഷെ വലതുപക്ഷം വെറുതെ വലതുപക്ഷം, നമ്മളവിടുത്തെ ഇടതുപക്ഷം വലതുപക്ഷമല്ല. വലതുപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസവും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സൽക്കർമ്മങ്ങളും ജീവിത വിശുദ്ധിയും നിലവാരവും കച്ചവടത്തിലും വ്യവഹാരങ്ങളിലും പുലർത്തുന്ന വിശുദ്ധിയും ഒക്കെയുള്ള ആളുകൾ. അതാണ് അസ്ഹാബുൽ മൈമന. വിശ്വാസം സംശുദ്ധമാവണം, സംസ്കാരം സംശുദ്ധമാകണം, സ്വഭാവം സംശുദ്ധമാവണം, ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങൾ സംശുദ്ധമാവണം, പെരുമാറ്റങ്ങൾ സംശുദ്ധമാവണം. ഈ ആൾക്കാണ് നമ്മൾ അസ്ഹാബുൽ മൈമന എന്ന് പറയും. നിങ്ങൾ ഖുർആനിൽ ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലോടും അസ്ഹാബുൽ മൈമന. ആരാണവർ? അവർ ഭൂമിയിൽ ജീവിച്ച, ഭൂമിയിലെ മനുഷ്യന്മാരിൽ ഏറ്റവും ഖൈറുൽ ബരിയ, മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമർ. വിശ്വാസം കൊണ്ടായാലും സംസ്കാരം കൊണ്ടായാലും ജീവിത വിശുദ്ധി കൊണ്ടായാലും എന്തുകൊണ്ടായാലും അവർ വലതുപക്ഷത്തിന്റെ ആളുകളാണ്, അവർ വിശുദ്ധരാണ്. അതാണ് ഒരു വിഭാഗം. അസ്ഹാബുൽ മഷ്അമ, മറ്റൊന്ന് ഇടതുപക്ഷം. അതാരാന്ന് ഞാൻ പറയാം. അസ്ഹാബുൽ മഷ്അമ. അപ്പൊ ഇടതുപക്ഷം വലതുപക്ഷം. ഈ വലതുപക്ഷം എന്ന് പറയുന്നത് ഒന്നുകൂടി വിശദീകരിച്ച് അനുഗ്രഹീതരാണ്. അതാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ അസ്ഹാബുൽ മൈമനക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ചെയ്ത കർമ്മരേഖ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലതു കൈയിൽ അള്ളാഹു കിതാബ് നൽകുന്നവർ ഉണ്ടോ, അതാണ് വലതുപക്ഷം. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലതു കൈയിൽ നമ്മൾ ഇവിടെ ചെയ്ത എല്ലാ നന്മകളും രേഖപ്പെടുത്തിയ റെക്കോർഡ് പരലോകത്ത് വെച്ച് വലത് കൈയിലേക്ക് നൽകിയാൽ അവരാണ് അസ്ഹാബുൽ മൈമന. അവരാരാണ്? അവർ അനുഗ്രഹീതരാണ്. അവരാരാണ്? അവർ സത്യവിശ്വാസികളാണ്. അവരാരാണ്? ഒരു ശിർക്കും ചെയ്യാത്തവരാണ്. അവരുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ സൽക്കർമ്മങ്ങളും ഉള്ളവരാണ്. അവരുടെ ജീവിതത്തെ എപ്പോഴും ശരിയും തെറ്റും പരിശോധിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ അവർ ഹലാലും ഹറാമും പരിശോധിക്കുന്നവരാണ്. അവരുടെ നാവുകൾ തുറക്കുമ്പോൾ അത് പറയുന്ന കാര്യം കളവാണോ സത്യമാണോ എന്ന് പരിശോധിക്കുന്നവരാണ്. അല്ലാണ്ട് കേവലം ഒരു നിസ്കാരം ഒരു നോമ്പും പള്ളിക്കൽക്ക് ബാങ്ക് കൊടുക്കുമ്പോഴും കയറലല്ല. ഇത് വളരെ വിശുദ്ധരായ ആളുകൾക്കാണ് അസ്ഹാബുൽ മൈമന. 3 വിഭാഗം ഉണ്ടാവുള്ളൂ പരലോകത്ത്. 1 അസ്ഹാബുൽ മൈമന, 2 അസ്ഹാബുൽ മഷ്അമ. അപ്പൊ ആരാ? ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞോളി.
അസ്ഹാബുൽ മശമ ഇടതുപക്ഷം, നിന്ദ്യരായ വിഭാഗം, അതാണ് ഇടതുപക്ഷം. അല്ലാണ്ട് ഇവിടുത്തെ വലതുപക്ഷം ഇടതുപക്ഷം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ആരെയും ഇടതുപക്ഷക്കാരോ വലതുപക്ഷക്കാരോ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ നമ്മളെ പറ്റി പറയേണ്ടവരുണ്ട. അതല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷം എന്നാൽ ലോകത്ത് ഏറ്റവും നിന്ദ്യരായി ജീവിച്ചവർ. ആ വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്താ? അവർ അള്ളാഹുവിനെ തള്ളും. ഒന്നാമത്തത്, അള്ളാഹിന് വിശ്വാസം ഉണ്ടാവില്ല, അള്ളാഹിനെ തള്ളും. പിന്നെ മുഹമ്മദ് നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പാർത്തില്ല. ഒരുപാട് തിന്മകൾ ഇസ്ലാമിന്റെ നേരെ എഴുതുവിടും. അതോടൊപ്പം അവരിൽ ചില സൽക്കർമ്മങ്ങൾ ഉണ്ടാവും. ആ സൽക്കർമ്മങ്ങൾ ഊതി വീർപ്പിച്ച് അവർ ജനങ്ങളുടെ മുമ്പിൽ ആളായി മാറും. അങ്ങനെ വളരെ മോശപ്പെട്ട ആളുകൾ വളരെ നല്ലവരായി ഭൂമിയിൽ അറിയപ്പെടും. മരിച്ചാൽ അവർ ഇടതുപക്ഷക്കാരാണ്. അസ്ഹാബുൽ മശമ അവർ രണ്ടാമത്തെ വിഭാഗം അവരാണ്. ഒന്ന് അസ്ഹാബുൽ മൈമന, സത്യവിശ്വാസവും സൽക്കർമ്മവുമായി ജീവിച്ചവർ. രണ്ട് അസ്ഹാബുൽ മശമ, അന്ധവിശ്വാസങ്ങളും അതോടൊപ്പം തന്നെ അവിശ്വാസവും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഏതല്ല, എവിടുത്തെ അല്ല, എന്ത് ഇസ്ലാം, എന്ത് മതം, ആരാപ്പ അങ്ങനെ ജീവിക്കുന്നവർ എന്നൊക്കെ ചോദിച്ച് തനിക്ക് തോന്നിയ എല്ലാ തമ്മാടിത്തവും ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവർ. നമ്മളൊക്കെ സാധാരണ അള്ളാഹിനെയും ഇസ്ലാമിനെയും ഇസ്ലാമിക നിയമങ്ങളെയും തള്ളുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനാണ്. നമ്മൾ ഇസ്ലാമിനെ പറ്റി വല്ലാണ്ട് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇടങ്ങറാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? പൊരയിലും പറയില്ല, ആരോടും പറയില്ല. കാരണം നമ്മളുണ്ടാവതൊക്കെ അപ്പോൾ നമ്മളെ നേരെ ചൂണ്ടും, നിങ്ങളല്ലേ നാളെ പറഞ്ഞു ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാറില്ല. അപ്പൊ അവരാണ് ഈ അസ്ഹാബുൽ മശമത്ത്. എല്ലാ തിന്മകളുടെയും ഇമാമായി നടക്കും. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും പുച്ഛിക്കും. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളും ഉണ്ടാവേണ്ട സ്ഥലത്ത് അതൊന്നും ഉണ്ടാവുകയില്ല. അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവർ ജീവിക്കും. അതാണ് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചു. ആ അസ്ഹാബുൽ മൈമൻ അതാണ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സിന്റെ മോഹങ്ങളെ നിയന്ത്രിച്ചു. ഫൈനൽ ജന്നത ഹിയൽ മഅവ, അവന്റെ അഭയകേന്ദ്രമാകുന്നു ജന്നത്ത്. അവനാണ് ഇവിടെ അസ്ഹാബുൽ മൈമന. അസ്ഹാബുൽ മൈമന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചത് അങ്ങനെയാണ്. പിന്നെ അള്ളാഹു പറഞ്ഞ ആരാ? മൂന്നാമത്തത് വസ്സാബിഖൂന സാബിഖൂൻ. പരലോകത്തെ അള്ളാഹു ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്ന മൂന്നാമത്തെ വിഭാഗം വസ്സാബിഖൂന സാബിഖൂൻ. എല്ലാ കാര്യങ്ങളിലും പരസ്പരം മത്സരിച്ച് നന്മയിൽ മുന്നേറുന്നവർ. ഓരോ നന്മയിലും ഞാനായിരിക്കണം മുമ്പിൽ. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ നന്മയിലും മുന്നേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. അതാണ് നേരത്തെ പറഞ്ഞത്. ഇവർക്ക് വിശ്വാസമുണ്ട്, ഇവരുടെ സംസ്കാരം അള്ളാഹിൻ്റെതാണ്, ഇവരുടെ മുആമലാറ്റുകൾ, പെരുമാറ്റങ്ങൾ, കച്ചവട രീതികൾ, ഇവരുടെ ക്രയവിക്രയങ്ങൾ എല്ലാം അള്ളാഹു തൃപ്തിപ്പെടും പോലെയാണ്. പക്ഷെ അതിലെല്ലാം മത്സരിക്കുകയാണ്. അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ എന്നേക്കാൾ ഉന്നതനാവാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുന്ന. ഒരിക്കൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ അസ്സാബിക്കൂൻ പഠിക്കാൻ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് നബിയും അബൂബക്കർ സിദ്ദീഖും ഒരു യാത്ര പോകുമ്പോൾ ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറെ ആടുകളെ മേച്ച് ഒരു മണൽപ്പരപ്പിൽ നടക്കുകയാണ്. അപ്പം നബിയും അബൂബക്കർ സിദ്ദീഖും തളർന്നാണ് യാത്ര വരുന്നത്. അപ്പൊ ഈ കുട്ടിയെ കണ്ടപ്പം, ഇടയനെ കണ്ടപ്പം അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഒരല്പം പാല് നമുക്ക് തരുമോ ഈ ആടിന്റെ? ദാഹിച്ച് വിശന്ന് പൊരിഞ്ഞ അബൂബക്കർ സിദ്ദീഖാണ് ചോദിച്ചത്. റസൂലുള്ളാഹിക്കും വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഇടയൻ പറഞ്ഞു, ഈ ആടുകൾ എന്റേതല്ല, ഇതിനൊരു ഉടമസ്ഥനുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇതുവരെ പ്രസവിച്ചിട്ടില്ലാത്ത, ഇന്നുവരെ ഒരു പാലും നൽകിയിട്ടില്ലാത്ത ഒരാടിനെ നിങ്ങൾ കൊണ്ടുവരൂ. റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു. അപ്പോൾ ചെറിയൊരു പ്രസവിച്ചിട്ടില്ലാത്തൊരാടിനെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറിയ ആടിന്റെ അവിടിന്റെ ഭാഗത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ഉടനെ ആ അകിടിൽ പാൽ നിറയുകയും
അവർ രണ്ടുപേരും ഇഷ്ടം പോലെ ആരുടെയും മുതലല്ല, അള്ളാഹുവിന്റെ കറാമത്തിന്റെ പാല്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ചില കറാമത്തിന്റെ കച്ചവടക്കാർ വരിക. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോ ആ പാല് ഇഷ്ടം പോലെ കഴിച്ചു. ഇത് കണ്ടുനിന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വല്ലാത്ത പരിഭ്രാന്തിയിലായി. എന്താ ഇപ്പൊ സംഭവം? ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ലാത്ത ഒരാടിന്റെ അകടിൽ നിന്നാണ് പാല് വരുന്നത്. അപ്പോ ഈ സംഭവമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുണ്ടായ ഒരു കാരണം. അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും നബിയിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യാണ്ടായ കാരണം. നിങ്ങൾ ഏത് ഹദീസ് ഗ്രന്ഥമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണും. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പറയുമ്പോൾ അബൂ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ സദസ്സിലോടുന്നാ പറയുന്നത്. പക്ഷെ ഇബ്നു മസ്ഊദ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരം സുബൈക്കിന്റെ മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. ഓടിച്ചെന്ന് പറയാൻ വേണ്ടി ഒരു സന്തോഷ വാർത്ത. നമ്മളാണെങ്കിൽ ഒരാൾക്ക് സന്തോഷ വാർത്ത ആണെങ്കിൽ പറയാൻ തന്നെ പോകില്ല. അപ്പൊ അവൻ അങ്ങനെ സന്തോഷിക്കണ്ട അല്ലേ? നമ്മളെ കൽബ് അത്ര ചുരുങ്ങിയതാ. അബൂ സിദ്ദീഖ് സുബൈന്റെ മുമ്പ് നീറ്റ് പോയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ. അപ്പൊ അദ്ദേഹം പറയാണ്, പിന്നെ ഈ വിവരം എന്നെ നേരത്തെ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, ഒന്നിലും എന്നെ ജയിക്കാൻ സമ്മതിക്കൂല ആര്? അബൂ സിദ്ദീഖ്. ഒരു തമ്മിലുള്ള ആ ബന്ധേ, അതായത് അതിന്റെ മുമ്പ് നിന്റെ ഈ വിവരം എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അബൂ സിദ്ദീഖ്. അപ്പൊ എന്തായാലും അർത്ഥം, ഒരു കാര്യം നേരം വെളുക്കാൻ പോലും അബൂ സിദ്ദീഖ് കാത്തുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അവർ സാബിക്കൂൻ മത്സരിക്കുകയാണ് നന്മയിൽ. ഞാൻ പറഞ്ഞ കാര്യം നിസ്സാരമായ നന്മയാണ്. ഒരു സന്തോഷ വാർത്ത ഒരാൾ അറിയിക്കലാണ്, അതിൽ പോലും മത്സരിക്കുകയാണ്. അസാബിക്കൂൻ ഉലായിക്കൽ മുഖറബൂൻ. അങ്ങനെ നന്മകളിൽ വിശ്വാസിയായ മനുഷ്യൻ നന്മകളിൽ മത്സരിച്ച് മുന്നേറിയാൽ ഉലായിക്കൽ മുഖറബൂൻ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കപ്പെട്ടവർ. അതാണ് മുഖറബ്. അടുപ്പിച്ചവരല്ല, അടുപ്പിക്കപ്പെട്ടവർ കൂർത്തിപ്പെട്ട. ഉലായിക്കൽ മുഖറബൂൻ, അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കപ്പെട്ട വിഭാഗമാകുക. അപ്പൊ 3 വിഭാഗമായി. ഒന്ന് അസ്ഹാബുൽ മൈമന അല്ലെ? അത് ആരാ? അത് വിശ്വാസവും സൽക്കർമ്മവുമായി ജീവിച്ചു. അതിനിടയിൽ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ വന്നുപോയി. അതൊക്കെ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, തൗബ ചെയ്തു, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങി. ഇതിലിപ്പോ ഏതിലപ്പോ നമ്മൾ പെടുക? നിങ്ങളൊന്ന് ആലോചിക്കുമല്ലോ. നാളെ മഹ്ശറിൽ ഈ 3 വിഭാഗം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ആലോചിക്കുക നമുക്ക് ഏതിൽ പെടണം അല്ലേ? മരിച്ചതിന്റെ ശേഷം ആലോചിച്ചാൽ നടക്കുമോ? മരണത്തിന് ശേഷം അമലില്ലല്ലോ. അപ്പൊ മരിക്കുന്നത് എന്തെങ്കിലും ആലോചിക്കണം, ഞാൻ എന്ത് പെടണം. ഒന്ന് അസ്ഹാബുൽ മൈമന, മറ്റൊന്ന് അസ്ഹാബുൽ മഷ്അമ. അതാരാ? അത് അവിശ്വാസവും ദുഷ്പ്രവർത്തനങ്ങളും അതുപോലെ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കലും ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, തിൽക്കദ്ദാറുൽ ആഖിറ, പരലോക ഭവനം, സ്വർഗം എന്ന് പറയുന്ന പരലോക ഭവനം അല്ലാഹു ഒരുക്കിയിരിക്കുന്നത് ആർക്കാ? നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദ്, ഭൂമിയിൽ വലുപ്പം ആഗ്രഹിക്കാത്തവർ. അതിപ്പോ നമ്മളെ കൂടുതൽ ഉണ്ടാവുമോ? നിങ്ങൾ എവിടെ ചെന്നാലും ഒരു വലുപ്പം ആഗ്രഹിക്കില്ലേ? വലുപ്പങ്ങൾക്ക് ഇല്ലാണ്ട് നിങ്ങൾ അവിടെ അറിയപ്പെടില്ലേ? നിങ്ങളായാലും നിങ്ങളെ പെണ്ണുങ്ങളായാലും. ഒരു കല്യാണപ്പരയിൽ പോയി അവിടെ നിങ്ങൾക്ക് വലുപ്പമില്ലാന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാ പോവല്ലേ? ഇവിടെ എന്ത് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് വലുപ്പമാണ്. നമുക്ക് വലുപ്പം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വലുതാൻ കളിക്കുന്നത്, വീർക്കാനാണ് ശ്രമിക്കുന്നത്. പരലോകത്ത് വലുതാവാനല്ല, ദുനിയാവിൽ വലുതാവണം. അതാണ് ഖുർആൻ പറഞ്ഞത്, തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോക ഭവനം അല്ലാഹു നജ്അലുഹാ, നാം അത് ഒരുക്കിയിരിക്കുന്നു, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്, ഭൂമിയിൽ വലുപ്പം ആഗ്രഹിക്കാത്തവർക്ക്, ഒരു നേരം പോലും വലുപ്പം ആഗ്രഹിക്കാത്തവർക്ക്, അവർക്ക് വേണ്ടി. ഇപ്പൊ നമ്മളെ ഷീറ്റ് കീറിയോ? നമ്മളൊക്കെ എന്തായിരുന്നാലും, ഞാനടക്കമുള്ളവര്, നമുക്ക് വലിയ സ്ഥാനമൊന്നും കിട്ടൂലെന്ന് തന്നെ നമ്മൾ പണ്ട് പോകില്ല അല്ലേ? എന്തെങ്കിലും ന്യായം പറഞ്ഞു ഒയ്യും, എനിക്ക് വയറുവേനോ അല്ലേ? നേരെ മറിച്ച് അവിടെ നിങ്ങൾക്ക് സ്റ്റേജിന്റെ മുകളിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥാനം കിട്ടുമെങ്കിലോ
അവിടെ നിങ്ങൾ ഉണ്ടാവും. എപ്പോൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ മതി അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ ദുനിയാവിൽ ആഗ്രഹിക്കുന്ന വലുപ്പമാണ്, നിങ്ങളുടെ പരലോകം പോക്കാണ്. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ് വലാ ഫസാദൻ. അതോടൊപ്പം തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും ആഗ്രഹിക്കരുത്. ഭൂമിയിൽ നിങ്ങൾ ഉയരമന്വേഷിക്കുമ്പോൾ ഒരു കുഴപ്പം വേറെ അവിടെ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ആരെയോ നിങ്ങൾ അടിച്ചു താഴ്ത്തൂലേ? ഉണ്ടാവില്ലേ? ഒരാൾ അടിച്ചു താഴ്ത്തിയിട്ടല്ലേ നിങ്ങൾ പൊന്തുന്നത് അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പുറത്തേക്ക് ഞാൻ പറയുന്ന ആയത്തൊന്ന് ടോർച്ചായിട്ട് അടിച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് ആദ്യം അടിക്കുക ആ ടോർച്ച്, ഇതിന് ശേഷം ഞാൻ നിങ്ങളിലേക്ക് അടിക്കുക, നിങ്ങൾ ഓരോരുത്തരും തമ്മിൽ അടിക്കുക. അപ്പം മനസ്സിലാവും പരലോകത്തിൽ ഏത് വിഭാഗമാണ്. പരലോകത്ത് കിട്ടാത്ത ആൾക്കാരെ അസ്ഹാബുൽ മഷ്അമയെ പറ്റിയാണ് പറഞ്ഞത്. അവർ ആ ദുനിയാവിൽ ഔന്നിത്യം വലുപ്പം ആഗ്രഹിക്കാത്തവർ. അതോടൊപ്പം വലാ ഫസാദ്, ഒരു കുഴപ്പത്തിലും അവരുണ്ടാവില്ല. വൽ ആഖിബത്തുൽ മുത്തഖീൻ, അത്തരം മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. കേട്ടോ, സൂറത്തുൽ ഖസസ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഓതുന്ന സൂറായിരിക്കും അല്ലേ? മിക്കവാറും ഒരുവിധ ആൾക്കാർ ഓതുമല്ലോ മുസ്ലിങ്ങൾ. സൂറത്തുൽ ഖസസിൽ ഉള്ള ആയത്താണ് ഞാൻ ഓതിയത്, 85-ാമത്തെ ആയത്ത്. ഇനി വേണമെങ്കിൽ പരിശോധിക്കണമെങ്കിലേ, ജുമയൊക്കെ കഴിഞ്ഞിട്ട് നോക്കണമെങ്കിൽ സൂറത്തുൽ ഖസസിൽ 85-ാമത്തെ ആയത്ത് പരിശോധിച്ചേക്കാണ്. അപ്പൊ നമ്മളൊക്കെ വല്ലാണ്ട് ഉന്നതി ആഗ്രഹിക്കുന്നുണ്ട്, വലുപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അസാബിക്കൂൻ ഏതായാലും ആകില്ല. എന്നാലോ അസ്ഹാബുൽ മൈമനയാകാനെങ്കിലും നിങ്ങളും ഞാനും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ആ നിലക്ക് അള്ളാഹു അസ്ഹാബുൽ മൈമനയിലെങ്കിലും നമ്മളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസാബിക്കൂൻ എന്ന് പറയുന്ന മത്സരിക്കുന്ന ആളുകളിൽ നമുക്ക് എത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാം നന്മകളിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ തിന്മകളിൽ മത്സരിക്കുന്നവരാണ്. അതാണ് അസ്ഹാബുൽ മഷ്അമ അല്ലെ? എന്താ നമ്മളെ തിന്മയിലുള്ള മത്സരം? ഇപ്പൊ ഒരാളെ കല്യാണം, അതിനെത്ര വാഹനമാണ് പോകുന്നത്, അതിന്റെ 4 ഇരട്ടി നമ്മളേനു അല്ലേ? അവിടെ ഒരു മത്സരം. ഓല കല്യാണം എത്ര ദിവസം? 2 ദിവസം, ശനി ഞായർ, നമ്മൾ 4 ദിവസം. എങ്ങനെ തിന്മയിൽ മത്സരിക്കാൻ കഴിയും? ഇതാണ് അസ്ഹാബുൽ മഷ്അമ. അപ്പൊ നിങ്ങളൊരു 4 ദിവസം കല്യാണം നടത്തിയപ്പോ അല്ലാക്കന്റെ തിന്മയിലെ മത്സരം. രാജ്യത്ത് നന്മ അതുകൊണ്ട് ഉണ്ടാവില്ല. എന്ത് നന്മ നിങ്ങൾ 4 ദിവസത്തെ കല്യാണം കൊണ്ടാൻ പോണത്? ബാക്കിയിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കോമാളിത്തങ്ങളിലേക്ക്, രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ നടത്തുന്ന കോമാളിത്തത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാം ഫസാദാണ്. വെറുതെ ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കുക. 4 ദിവസേ കല്യാണം. ഒരു ദിവസം മുസ്ലിങ്ങൾക്ക്, ഒരു ദിവസം ഹിന്ദുക്കൾക്ക്, ഒരു ദിവസം ബ്രാഹ്മണന്മാർക്ക്, ഒരു ദിവസം ഒഫീഷ്യൽ. എന്തൊക്കെ ഇപ്പൊ പറയുന്നതിനൊക്കെ? ഒരു ദിവസം മഞ്ഞക്കല്യാണം, ഒരു ദിവസം മെഹന്തി കല്യാണം. ഇതൊക്കെ എന്തിലാ ഇപ്പൊ മത്സരിക്കുന്നത്? ആരോടാ മത്സരിക്കുന്നത്? ഇതൊക്കെ ഉണ്ട് ഇനി മുമ്പ് ഇവിടെ. ഈ ഇസ്ലാം മുമ്പ് ഇവിടെ ഉണ്ട്, നിങ്ങളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, നിങ്ങളെ വാപ്പാറൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ ഇതൊക്കെ നടത്തിയിരുന്നോ? ഇല്ല. ഒരു നേരം ചിന്തിക്കൂ? ഇല്ല. അല്ല പറഞ്ഞ എന്താ? നന്മയിൽ നന്മകളിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. അതാണ് മുസ്ലിങ്ങൾ. ഓന്റെ മയ്യത്ത് വന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം കുറെ നിങ്ങള് ബാപ്പയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്തുകൊണ്ടോ, ബാപ്പയ്ക്ക് വേണ്ടി ഉപ്പിരാക്ക് ചിലവരങ്ങനെ മുമ്പൊക്കെ പഴയ കാലത്തൊക്കെ കബറും പുറത്ത് അരി വാരുക, ചാക്കിരി കൊണ്ടുപോയിട്ട് ഉപ്പ് വാരുക. പഴയ കഥകളിയാണ്, പഴയ കാലത്തെ കഥകളി അതൊക്കെ. ഇപ്പൊ പുതിയ കഥകളി, മുക്കാല് കൂടിയപ്പോഴുള്ള കഥകളി, ബാപ്പയ്ക്ക് വേണ്ടി ഉമ്രക്ക് പോവുക, ഉമ്മക്ക് വേണ്ടി ഉമ്രക്ക് പോവുക. ഉമ്മ ഏതേന്റെ ഹാല് പഠിച്ചവർക്കറിയാം. എന്നിട്ട് നമ്മളോടൊക്കെ ഒന്നും ചോദിക്കുക, മൗലി ഉമ്മക്ക് വേണ്ടി ഉമ്ര ഏതാ കിട്ടുമെന്ന്. ഉമ്മക്ക് ചെയ്താലും ബാപ്പക്ക് ചെയ്താലും കിട്ടും. എങ്ങനെയാണെങ്കിൽ ബാപ്പ നന്നെങ്കിൽ, ഇജ്ജ് നന്നെങ്കിൽ, അന്റെ പൈസ ഹലാലാണെങ്കിൽ. അല്ലെങ്കിൽ ആർക്കാ കിട്ടുക? പ്ലെയിനിന്റെ കമ്പനിക്ക് കിട്ടും. വേറെ ആർക്ക് കിട്ടാനാ? ഒന്നും കിട്ടൂല. എന്നിട്ട് കുറെ ഇരുന്നിട്ട് നിർവഹിക്കുക. ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ബാപ്പനിന്നും നോക്കിയില്ല. അപ്പൊ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും, കുറച്ച് നോക്ക്, കുറെ നോക്ക്. മത്സരിക്കുന്നില്ല. എന്റെ അമ്മ ഞാൻ നോക്കിക്കോളാറുള്ള മത്സരം ഉണ്ടോ അവിടെ? ഇല്ല. ബാപ്പന് ഞാൻ നോക്കിക്കോളാം മത്സരം ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് സുഖം, നിങ്ങളും ഭാര്യയും നിങ്ങളെ മക്കളും അല്ലേ? തട്ടാനും തട്ടാത്തും അതിന്റെ മോരും കുട്ടികളും. എന്നിട്ട് വല്ല സുഖം കിട്ടിയോ? ഇല്ല. നിങ്ങൾ വേറെ പോയി വേറെ പുരണ്ടാക്കി. ഉണ്ടാക്കി കഴിഞ്ഞ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് ക്യാൻസറാണെന്നാ വിവരം അറിഞ്ഞത്. അപ്പൊ അതിന്റെ കയ്യിൽ കിടക്കുക. അപ്പോഴാണ് ഉമ്മന്റെ അടുത്ത് വരുന്നത്. ഉമ്മന്റെ അടുത്ത് വന്ന് നൊലോടി. അതാ കാരണം അള്ളാഹുവിന്റെ ശാപം നൽകിയ വീടാണത്.
അവിടെയാണ് സാബിക്കങ്ങളാവും കേട്ടോ. അപ്പൊ അസ്ഹാബുൽ മൈമന പരലോകത്തെ 3 വിഭാഗത്തിൽ ഒന്ന് അസ്ഹാബുൽ മൈമന, മറ്റൊന്ന് അസ്ഹാബുൽ മസ്അമ, മറ്റൊന്ന് അസ്സാബിക്കൂൻ. പഠിച്ചോ? നിങ്ങൾ ഇതിലെ പെടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. അള്ളാഹ് പറയുന്നു ഉലൈക്കൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം, അവരനുഗ്രഹീതമായ സ്വർഗത്തിലാണ്. ഈ സാബിക്കൂനിലെ പോലും. എന്നിട്ടോ അള്ളാഹു പറയാണ് ഇതിനെപ്പറ്റി ഒന്നും കൂടി ഒരു ചിത്രം അള്ളാഹ് വിശദീകരിക്കുക. ഈ സാബിക്കൂനാണ് അതിൽ സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവിക സമൂഹത്തിൽ നിന്ന്, അതായത് മുഹമ്മദ് നബി ജീവിച്ച നാൾ തൊട്ട് സഹാബത്ത്, താബീയങ്ങൾ, തബൗ താബീയങ്ങൾ അവരെല്ലാം വന്ന വകുപ്പിൽപ്പെട്ട ആളുകൾ, അവരാണ് വലിയ സംഘം ഈ സാബിക്കൂനിലുണ്ടാകുക സ്വർഗത്തിലെ. നമ്മളെ പറഞ്ഞില്ല സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, നമ്മളെ പറ്റി വഖലീലും വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഓടുന്ന് മിനൽ ആഖിരീൻ, അവസാന സമൂഹത്തിൽ, മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ, മുഹമ്മദ് നബിന്റെ ഈ ഉമ്മത്തിൽ നിന്നിട്ടാണ്. പൂർവിക സമൂഹത്തിൽ നിന്നൊരു സംഘം ആൾക്കാരുണ്ടാവും. കാരണം നമുക്കറിയില്ല സഹാബത്തൊക്കെ ജീവൻ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തവരാണ്. അവരിൽ നിന്ന് വലിയൊരു വിഭാഗം, നമ്മളിൽ നിന്ന് വളരെ കുറഞ്ഞ ആൾക്കാർ കേട്ടോ. ഇനി അതിൽ കയറിയ സ്വർഗത്തിൽ കയറിയാലോ അവരുടെ ഒരു ജീവിത രീതി കൊതിച്ചു പോകും കേട്ടോ. അതിനുവേണ്ടി ഞാൻ പറയും നമ്മളൊന്ന് കൊതിക്കണം. ഞാനൊന്ന് മത്സരിക്കണം, എനിക്ക് അതൊന്ന് നേടണം എന്നൊരു ചിന്ത നമ്മളെ കൽബിൽ വരണം, ആണായാലും പെണ്ണായാലും. അലാ സുറുറിൻ മൗനൂന, നമുക്കറിയാലോ സുറൂർ പറഞ്ഞാൽ സെറീർ, കട്ടില് പഠിച്ചില്ലേ അറബിയില്? ഫിഹാ സുറും മർഫുഅ എന്ന് അറിയില്ലേ? അതന്നെ. അലാ സുറുറിൻ മൗനൂന, മൗനൂൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സ്വർണത്തിന്റെ ഇഴകളാൽ മസ്ജൂൻ ചെയ്തത്, ഇത് മുടഞ്ഞെടുത്തത്, സ്വർണത്തിന്റെ ഇഴകളാൽ മുടഞ്ഞെടുത്ത കട്ടിലുകളിലാണ് അവർ കിടക്കുക. അവര് അസാബിക്കൂൻ. ഒരു നേരെ കിടക്കാൻ കൂലി വരൂലേ? മറ്റൊരുത്ത നരകത്ത് കയറിട്ടെ തൊരി വെന്തുരുകുന്ന സമയത്താണ് സ്വർഗസ്ഥന്മാരായ ആളുകളുടെ സ്വർണത്തിന്റെ ഇഴകൾ, സ്വർണത്തിന്റെ ഇഴകളുള്ള കട്ടില് കേട്ടോ. മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, അവര് ആ കട്ടിലുകളിൽ ചാരിക്കിടന്നുകൊണ്ട് മുത്തഖാബിലീൻ, തക്കാബല എന്ന് പറഞ്ഞ അഭിമുഖമായി ഇരുന്ന് സംസാരിക്കുക. അഭിമുഖമായി സ്വർഗത്തിൽ വെച്ച് സംസാരിക്കാൻ കഴിയാന്നുള്ളത് തന്നെ വലിയ സന്തോഷമല്ലേ? അല്ലേ? ആലോചിച്ച് നോക്കി, നിങ്ങളെ ഉമ്മ, നിങ്ങളെ ഒപ്പി, നിങ്ങളെ ഭാര്യ, നിങ്ങളെ മക്കളെല്ലാം കൂടി സ്വർഗത്തിൽ സ്വർണത്തിന്റെ ഇഴകളുള്ള കട്ടിലിന്റെ മുകളിൽ കയറിയിരുന്ന് അഭിമുഖമായിരുന്ന് സംസാരിക്കുന്നു. ഇവിടെ അങ്ങനെ ഇരുന്നാൽ തന്നെ പുറംതിരിഞ്ഞിരിക്കുള്ളൂ. കാരണം എന്താ? ആർക്കും സുഖം കിട്ടരുത്. അങ്ങനെ സൂഹിക്കേണ്ട നമ്മളെ പെങ്ങള്, അല്ലെ എൻ്റെ ആങ്ങള, അല്ലെ ആങ്ങളുടെ ഭാര്യ. മുഖം കൊടുക്കൂല അല്ലേ? മുഖം കൊടുത്ത് സംസാരിക്കുന്ന പറഞ്ഞോ. ഇതൊക്കെ എന്താ പ്രയോഗം എന്നറിയങ്ങള്? അത് ആ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ അർത്ഥം പറഞ്ഞു തരുന്നത്. സാധാരണ ഒരു വീട്ടിൽ ഇഷ്ടമില്ലാത്ത ആളുകളും ഇഷ്ടമുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇഷ്ടമില്ലാത്ത ആളുകൾ പുറത്തിരിഞ്ഞിരിക്കുക അല്ലേ? ഇഷ്ടമുള്ളവരോ മുഖാമുഖം നോക്കി ഭയങ്കര സന്തോഷത്തോടു കൂടി എന്താ അവർ പറയാ? നമ്മള് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു, അള്ളാഹുവിന്റെ നന്മയിൽ മത്സരിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു, ഒരു നിലക്കും ഒരു കളവും ഒരു ദുർവൃത്തിയും ഒന്നും നമ്മൾ ചെയ്തില്ല. നമ്മളെ ഉമ്മാനെ നമ്മൾ നോക്കി, നമ്മളെ ഉപ്പാനെ നമ്മൾ നോക്കി, നമ്മളെ രക്തബന്ധത്തെ നമ്മൾ പാലിച്ചു. അങ്ങനെ എന്തെല്ലാം നന്മകളാണ് അവർക്ക് പറയാനുണ്ടാകുക അല്ലേ? അവർക്ക് പറയാനുള്ളൊക്കെ നന്മകളാ. എന്ന് മാത്രമല്ല, ഇതൊക്കെ അള്ളാഹുവെ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഇതൊന്നും ആളെ കാണിക്കാനില്ല. നമ്മളതൊക്കെ ചെയ്യാറുണ്ട്, കുടുംബത്ത് പോകാറുണ്ട്. എന്തിനാ പോകുന്നുണ്ട് എന്ന് വരുത്താൻ. ഉമ്മനെ നോക്കാറുണ്ട്, എന്തിനാ ഓൻ പോകുന്നില്ല എന്ന് പറയാൻ. ഏട്ടൻ പോകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അഞ്ചന്റെ പെണ്ണുങ്ങളും ഞായറാഴ്ച പോവുകയാണ്. എന്തിന്? പോണത് തെറ്റാന്നല്ല പറഞ്ഞത്. അത് പോണത് എന്തിനാ? ഏട്ടനും ഭാര്യയും വരാറില്ല എന്ന് പറയാൻ. അല്ലാണ്ട് അല്ലാന്റെ മറന്നാത്തില്ലല്ല. ഇതൊക്കെ പറയുമ്പോൾ കൂടെ പൊള്ളുണ്ടോ? പോയവർക്ക് കൊള്ളും, അങ്ങനെ പറഞ്ഞവർക്ക് കൊള്ളും. ചില ഭാര്യമാര് തന്നെ പറയും ഭർത്താക്കന്മാരോട്, മൂപ്പര് ഏതായാലും പോക്കില്ല, നമ്മളേക്ക് പോവുക. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ സംതൃപ്തിയാണ്. അല്ല, ഇവൾക്ക് എല്ലാവരുടെ മുമ്പിൽ ഇവൊക്കെ ഒന്ന് ആളാവണം. ഇളയച്ചിക്ക് മൂത്തച്ചികളൊക്കെ മോശമാണ്. ആ പുരയിലുള്ള എല്ലാ മൂത്തച്ചികളും മോശമാണ്, ഞാൻ മാത്രമാണ് നല്ലത്. ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് 1 കിലോ ഇറച്ചിയും വാങ്ങി, ഉമ്മക്കുള്ള ഹോർലിക്സ് വാങ്ങി, പിന്നെ ദശമൂല ഇഷ്ടം,
ഗോരോജനാദി, കൊട്ടൻ ചുക്കാദി, വെണ്ണതൈലം, ഞാൻ വൈദ്യപ്പൊടി ഓർമ്മയില്ല കേട്ടോ, ഞാൻ പറയാം. ഇതൊക്കെ ഇട്ടാ പോവുക സജ്ജിയിലാക്കിയിട്ട്. ഇതൊക്കെ റബ്ബുക്കും മാലും അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. അതൊക്കെ പറഞ്ഞതിന്റെ ശേഷം അള്ളാഹ് പറഞ്ഞ അല്ലേ, സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞില്ലേ, അള്ളാഹ്ക്ക് നന്നായി അറിയത് മാഫി നുഫൂസിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നല്ല പറഞ്ഞത്. നിങ്ങൾ എന്തിനാ പട്ടഞ്ചുക്കാരി വാങ്ങാൻ പോകുന്നത് വരെ ആർക്കറിയും? അള്ളാഹ്ക്കറിയാം. അതല്ല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകണ്ടക്കാൻ പറഞ്ഞല്ല. കാരണം ഈ ആളുകളുടെ പൊങ്ങച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നും പരലോകത്തെത്തൂല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മയ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ഖബറിന് വേണ്ടി, നിങ്ങളുടെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോളി. ഉള്ളത് വളരെ തങ്കം പോലുള്ളത്. എന്ത് ചെയ്യുന്നു അത് തങ്കം പോലെ ആക്കുക. ഇപ്പൊ ജുമാ നമസ്കരിക്കുന്നുണ്ടോ, അത് തങ്കം പോലെ ആക്കുക. അവിടെ നിൽക്കണം നമസ്കരിച്ചു. സലാം വീട്ടിന്റെ മുമ്പ് തന്നെ പായാമലുള്ള തിരക്കാം. ഇയാൾ എന്ത് ഖുത്ബ നടത്തുന്നത്, ഇയാൾ ഇങ്ങനെ ദൂരീപിച്ചുണ്ടാ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എന്തെല്ലാം പണിയുണ്ട് ഇവിടെ. നിങ്ങളെ പണി എടുത്തില്ല. നിങ്ങൾ ഇന്ന് ഈ ആഴ്ച ഫുള്ള് ഈ ഒരു ചെറിയ സമയമല്ലേ നിങ്ങൾ അള്ളാന്റെ കലാമ് കേൾക്കണുള്ളൂ. അത് നിങ്ങളെ കൽബിൽ പതിയണം എന്നുള്ളവർക്ക് അത്തയർ തലയിൽ പക്ഷിയിരിക്കുന്നത് പോലെ ആയിരുന്നു നബിയുടെ സഹാബത്ത് കലാമുകൾ കേൾക്കാൻ നിന്നിരുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ കേൾക്കാനേ അവരിരുന്നത് തലയിലൊരു പക്ഷി ഇരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എത്ര സശബ്ദമാണ് ഇരിക്കുക. അതുപോലെ ഇരുന്നത്, അതുപോലെ ഇരിക്കണം. അപ്പോഴേ നമുക്ക് നമ്മളെ കൽബിലേക്ക് ഇറങ്ങുള്ളൂ. അള്ളാഹു വരായിരുന്നാലും നമ്മളെ അസ്ഹാബുൽ മൈമനയിലെങ്കിലും ഉൾപ്പെടുത്തി സ്വർഗത്തിന്റെ അവകാശിയായി മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, പരലോകത്ത് 3 വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടാൻ വേണ്ടി റബ്ബിനോട് 5 നേരവും പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വർഗസ്ഥരായ ആളുകളുടെ ആ വിഭാഗം ആളുകൾക്ക് അള്ളാഹു സ്വർഗത്ത് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഖുർആൻ തുടരുകയാണ്. അവർ പരസ്പരം ഇരുന്ന് അഭിമുഖമായി സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹ് പറയാണ്, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. യതൂഫു അലൈഹിം വിൽദാൻ, കുട്ടികൾ, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾ, അവർ നാളെ പരലോകത്ത് വരും. ഈ മഹ്ശറയിൽ നിങ്ങളിരുന്ന് സംസാരിക്കുന്നിടത്ത് യതൂഫു അലൈഹിം വിൽദാനും, കുട്ടികൾ വരും. എങ്ങനെ? മുഖല്ലദൂൻ, അവരെന്നും സ്വർഗത്തിൽ നിത്യവാസികളായ കുട്ടികളാണ്. അവർ വലിയ സൽക്കർമ്മം ചെയ്തവരല്ല, ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരല്ല. അസ്ഹാബുൽ മൈമനയല്ല, അസ്ഹാബുൽ മഷ്അമയല്ല, അസാബിക്കൂനല്ല. പിന്നെ വരാരാ? ഇവര് ഭൂമിയിൽ നിന്ന് പ്രായപൂർത്തി എത്തും മുമ്പ് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഭൂതലം വിടുത്തിയവർ. ആ കുട്ടികൾ നാളെ വരും. ഈ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ അവരുടെ ഇടയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. എന്തുമായിട്ട്? കോപ്പുകളിലും കൂജകളിലും മിൻ കേസിൻ മഈൻ, മദ്യചഷകങ്ങളുമായി ഇരുന്ന് സംസാരിക്കുമ്പോഴേ. ഇപ്പൊ ഇവിടൊക്കെ സാധാരണ എന്താ പറയാ, ക്ലബ്ബ് പോവാന്ന്. ഓരോ ക്ലബ്ബില്ലേ, ലയൺസ് ക്ലബ്ബ്, മറ്റേ ക്ലബ്ബ് ഒക്കെ അല്ലേ, എന്തിനാ കള്ളുടിക്കാൻ പോകുന്നല്ലേ. അവിടെ നിങ്ങൾ സ്വർഗസ്ഥന്മാരായ ആളുകൾ സ്വർഗത്ത് കയറാൻ ഭാഗ്യമുണ്ടായാൽ അവർക്ക് കൂജകളിലും കോപ്പകളിലും അക്വാബ് പറഞ്ഞാൽ കൂബിന്റെ ജന്മാണ്. അക്വാബ് പറഞ്ഞാൽ കോപ്പകൾ. അബാരിക്ക് പറഞ്ഞാലോ ഇബിരിക്ക്, നമുക്കറിയാലോ, മൂളി നാം മുമ്പ് പറയല്. പക്ഷെ അതിനൊരു ഇതുണ്ടാവും അല്ലെ, കൂജക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള. മുമ്പൊക്കെ ജപനൊക്കെ ഇല്ലേ, ഞാൻ ഇങ്ങനൊരു ഇത് എന്താന്നിപ്പോ പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ആക്കി. കൈ കഴുകാനൊക്കെ അങ്ങനെ കൊണ്ടുവരില്ലേ, ഓർമ്മ ഉണ്ടോ? ഉണ്ട്. അതാണ് അബാരിക്ക്. അപ്പം അക്വാബിം അബാരിക്ക്, അതും കേസിമിൻ മഈൻ, അരുവിയിൽ നിന്നുള്ള കേസ്, മദ്യചഷകം, അതൊഴിച്ചു തരും. ആര്? ഈ കുട്ടികളെ. അല്ലാണ്ട് കുട്ടികൾ വെറുതെ ഒന്നല്ല. പിന്നെയോ അത് കഴിച്ചാൽ ഉടനെ അല്ലാഹ് പറയാ, ലാ യുസദ്ദഊന അൻഹാ,
അത് കഴിച്ചാൽ അവർക്ക് തലവേദന ഉണ്ടാവില്ല, സുധ ഉണ്ടാവില്ല. സുധാ എന്ന് പറഞ്ഞ തലവേദന. ലാ യുസദ്ദഊന അൻഹ, അത് കഴിച്ചത് കൊണ്ട് തലക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെ അത് കഴിച്ചാൽ എന്താണുള്ളത് നമ്മൾ പറയണ്ടല്ലോ, അത് കുടിക്കുന്നവർക്ക് അറിയാം ഇത് പറയുമ്പോൾ അല്ലേ. ലാ യുസദ്ദഊന അൻഹ വലാ യുൻസിഫൂൻ, ലഹരിയും ബാധിക്കൂല, ലഹരി ബാധിക്കൂല, എന്നാൽ തലക്കും ബാധിക്കൂല. എന്നിട്ടോ ഖുർആൻ വേറെടുത്ത് പറഞ്ഞെന്താ അറിയോ, അത് ഈ സൂറത്ത് തന്നെ, സൂറത്ത് വാക്യയെ തന്നെ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് പറയാം. ലാ യസ്മഊന ഫീഹാ ലഗ്വ, ഇത് കുടിച്ചാൽ അനാവശ്യ സംസാരങ്ങളൊന്നും വരില്ല. വലാ തഅസീമ, കുറ്റകരമായ വാക്കുകൾ നാവിൽ നിന്ന് വരില്ല. ഇപ്പൊ എന്തായിരിക്കുക മദ്യം? എന്നാലോ ഇല്ലാ ഖീലൻ സലാമൻ സലാമ, എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, സലാം ചൊല്ലും കൂടുതൽ അവരിത് കുടിച്ചാലേ. എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ. അപ്പൊ അസ്സലാമുലൈക്കും ഭയങ്കര സലാമായിരിക്കും. ഇത് ഓതുമ്പോ തന്നെ തോന്നില്ല, ഇല്ലാ ഖീലൻ സലാമൻ സലാമ എന്നിട്ടോ അതിന്റെ ഒപ്പം ഇതിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബക്കാരും ബന്ധുക്കളുമാണല്ലോ. ഇത് നമ്മളൊരു 10 ആളല്ല, ഇതുപോലത്തെ ഒരുപാട് സംഘങ്ങളുണ്ട് അല്ലെ. സുല്ലത്തുമേൽ അവ്വലീൻ, ഒരു വലിയൊരു സംഘം പൂർവിയിൽ നിന്ന്, ഖലീലും മിനൽ ആഖിരീൻ, അവസാന സമയത്ത് കുറച്ചും. ഇവരൊക്കെ ഇരിക്കുന്നുണ്ട് കൂട്ടുകുടുംബങ്ങളായിട്ട്. അതിനിടയിലാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അത് മാത്രമല്ല, വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടാവുന്ന പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരും. നമ്മളെന്താ പറയുക, ടച്ചിങ്സോ എന്തോ കുടിക്കുമ്പോൾ തൊട്ടേക്കാൻ പോകുന്ന അറിയില്ലേ, കുടിക്കുന്ന പോലെ പറഞ്ഞേക്കാം അല്ലേ. ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ, തുരില്ല. നിങ്ങൾ വിചാരിക്കേണ്ടത് വേറെ തക്കാളി വാങ്ങി കൊടുക്കുക അവർക്ക് അല്ല. വലഹ്മി തൈരിൻ, പക്ഷികളുടെ മാംസവും, മിമ്മാ യഷ്തഹൂൻ, ഇഷ്ടപ്പെട്ട പക്ഷിമാംസവും ഉണ്ടാവും. ഇതൊക്കെ കഴിച്ച് സുഭിക്ഷായി ജീവിക്കുക. എന്നാലോ ഒരു നിലക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇനിയോ അതിന്റെ പുറമെ വഹൂറുൻ ഈൻ, വളരെ സുന്ദരികളായ, നമ്മളെ ഇവിടുത്തെ ആദ്യമല്ല കേട്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണ്ട. സ്വർഗത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണ്ട. ആർക്ക് വേണ്ടി? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലാഹു സൃഷ്ടിച്ച, അതാണ് ഹൂറുൻ ഈൻ. അതിനാണ് ചില വിവരദോഷികൾ ചോദിക്കാറുള്ളത്, ഹൂറന്മാരില്ലേ, ഹൂർലിങ്ങളെ. ഹൂർ എന്ന് പറഞ്ഞാ വിശാലമായ നേത്രമുള്ളവർ, നല്ല വിശാലമായ നേത്രമുള്ളവർ. അതിന് അറബി ഭാഷയുടെ അർത്ഥം അതാണ്. എന്നാൽ വെളുത്ത ഭാഗം നല്ല പരപ്പ് കൂടുതലും, കൃഷ്ണമണി അതുപോലെ നല്ല കറുപ്പുള്ളതുമായ, അതുപോലെ തന്നെ അവര് ഈനാണ്. അവരുടെ കണ്ണും ഒക്കെ അതേമാതിരിയാണ്. ശരീരമോ അതും ഭയങ്കരമാണ്. റസൂലുള്ള വിശദീകരിച്ച് പറഞ്ഞപ്പോഴൊന്നും പറഞ്ഞാൽ തീരൂല. ശരീരത്തിന്റെ ഉൾഭാഗം കണ്ടുപോകും, അത്ര സൗന്ദര്യമാണ്. അവരാണ് ഹൂർലിങ്ങൾ കേട്ടോ. അതെങ്ങുണ്ടാവുന്ന ഖുർആൻ പറഞ്ഞത് ചിപ്പികളിൽ ഒളിപ്പിച്ചു വെച്ചപ്പെട്ട മുത്തുകൾ പോലത്തെ, ചിപ്പികളിൽ ഒളിപ്പിച്ചു വെച്ച മുത്തു പോലത്തെ സുന്ദരികളായ പെണ്ണുങ്ങൾ കേട്ടോ. ഇതൊക്കെ ആർക്കുണ്ട്? സ്വർഗത്തിൽ പോണവർക്കുണ്ട് കേട്ടോ. എന്നിട്ട് ആ ആയത്തിനെ വിശദീകരിച്ചു. ഒരുപാട് ആയത്തിന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കഅന്നഹുന്നൽ യാഖൂത്തു വൽ മർജാൻ, റഹ്മാനില്ലേ, അവരെങ്ങനെ ഉണ്ടാവുന്ന യാക്കൂത്തും മർജാനും പോലെ, മാണിക്യവും പവിഴവും പോലെ ഉണ്ടാവും ഈ പെണ്ണുങ്ങൾ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് മരിച്ചു പോയതിന്റെ ശേഷം അതെല്ലാം കൂടി കണ്ടിട്ട് ഹൈറാത്തിലാവണ്ട, ഇവിടുന്ന് തന്നെ നേരെ കൈക്കോളി ഉണ്ടോ. ഇനി അവരെ പറ്റി റസൂലിനെ വിശദീകരിക്കാം. എന്താ പറഞ്ഞറിയോ? വലൗ അന്ന ഇംറാത്തൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ച ഒരു പെണ്ണ്, അത് ഇവിടുന്ന് പോയാലട്ടാ, അത് അവിടെ ഉണ്ടാക്കിയല്ല, സ്വർഗത്തിൽ പ്രവേശിച്ച പെണ്ണ. വലൗ അന്ന ഇംറാത്തൻ മിൻ അഹ്ലിൽ ജന്ന, അവരെങ്ങാനും ഇത്തലാത്തില അഹ്ലില്ലാർന്ന്, ഭൂമിയിലേക്കൊന്ന് നോക്കിയാൽ മതി. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ അലാത്ത് മാ ബൈനഹുമ, ആകാശവും ഭൂമികൾക്കും ഇടയിലുള്ള സ്ഥലം മുഴുവൻ പ്രകാശപൂരിതമാവും. അവരുടെ സൗന്ദര്യത്തെ ആർക്കെങ്കിലും വർണ്ണിക്കാൻ കഴിയോ? ഏതെങ്കിലും സാഹിത്യകാരന് വർണ്ണിക്കാൻ കഴിയോ? കഴിയില്ല. ആകാശഭൂമികൾ പ്രകാശപൂരിതമാവും, തീരില്ല. വല മലത്ത് റീഹ, അവരുടെ സുഗന്ധം ആകാശഭൂമിയിൽ ഫുള്ളായിട്ട് വ്യാപകമാവും. അത്ര സുഗന്ധ ഉണ്ടോ. പിന്നെ
അതതിലും വലിയ വിശദീകരിച്ചാൽ തീരൂല. അപ്പം അവരുടെ തലയിലത്തെ തട്ടുണ്ടല്ലോ, അത് ഈ ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഉത്തമമായ വിഭവമാണ്. അവരുടെ തലയിലിട്ടൊരു തട്ടം, അവരുടെ ഹൂർലിങ്ങളുടെ. അല്ലാണ്ട് ഓളെ തട്ടത്തിനുള്ളിൽ കൂടെ എന്തോ കണ്ടു എന്നുള്ള പാട്ടല്ല കേട്ടോ, അല്ല പറഞ്ഞത്. സ്വർഗത്തിലെ അവരുടെ തട്ടം, ആ തട്ടത്തിന് പോലും ഈ ഭൂമിയിലുള്ള സർവ്വ മുതലിന്റെയും വില ഉണ്ടാവും. അതിനും ഉത്തമ, അതിലും വലുപ്പ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ അനുഗ്രഹങ്ങൾ നേടാൻ, ഈ ദുനിയാവിലെ ജീവിതം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുർറാഹിമിനായ റബ്ബ് അവന്റെ മഹത്തായ മഹലായ ഫയലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അവന്റെ മഗ്ഫിറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും അവൻ നമ്മെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കാണാൻ അള്ളാഹു ഇട നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി വിട പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.